Today let's solve a simple problem using flexibility matrix method. Find out the deflection at free end of the beam shown in figure. So this is our beam ABC which is fixed at A and free at C, and a load 50 kilonewton is acting at C. And this beam is having two spans. The first span is AB and the moment of inertia is 2I for this span and the length is 2 meter. And the second span is BC. BC is having a moment of inertia I and it is having a length 3 meter. In the first step, let's mark the system forces and the system displacements. നമുക്കറിയാം സിസ്റ്റം ഫോഴ്സിന് നമ്മൾ ക്യാപിറ്റൽ ആർ ആണ് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിസ്റ്റം ഡിസ്പ്ലേസ്മെൻറ്റിന് സ്മോൾ ആർ ആണ് നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദിസ് പ്രോബ്ലം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സ്മോൾ ആർ. കാരണം ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സ്മോൾ R1. Capital R1 is nothing but നമ്മുടെ external load ആയിട്ടുള്ള 50 kilonewton. In the next step, let's mark the element coordinates. നമ്മുടെ ഈ ബീമിന് നമുക്ക് രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്, AB and BC. So mark them separately and the element coordinates. എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഓരോ എലമെൻറ്റും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്. യൂഷ്വലി നമ്മൾ ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് MAB, MBA, MBC, MCB എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കോർഡിനേറ്റ്സ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 1-, 2-, 3-, 4-. In the next step, that is in the step 3, we have to calculate the element flexibility matrix. നമുക്കറിയാം we have two elements here, so we have to separately calculate the element flexibility matrix for first element and the second element, then combine to form the element flexibility matrix for all the spans. We have two spans here, so the element flexibility matrix for a beam element, we have already derived that. So F is equal to L by 6 EI, and in matrix 2 minus 1 minus 1 2. So this is our element flexibility matrix for a beam element. അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സിനും കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ABക്കുള്ള എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സും സെക്കൻഡ് എലമെൻറ്റ് BCക്കുള്ള എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സും കണ്ടുപിടിക്കണം. സോ F1 is equal to 2 by, നമുക്കറിയാം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ 2 divided by 6E into 2I. Moment of inertia 2I ആണ്. So we have to take 2I instead of I here. Then so this is our matrix. ഇവിടെ 2 cancel ആവും. So this is our element flexibility matrix for the first element AB. ഇനി അടുത്തത് സെക്കൻഡ് സ്പാൻ, അതായത് for the element BC നമുക്ക് F2 എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാം. So the length is 3 meter. So 3 divided by 6 EI. ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I തന്നെയാണ്. സോ 3 divided by 6 EI and in bracket the matrix. So our flexibility matrix F2 എന്ന് പറയുന്നത് 1/6 EI and in matrix form 6 minus 3 minus 3 6. എപ്പോഴും നമ്മൾ 1/6 EI പുറത്ത് തന്നെ വരുന്ന രീതിയിൽ എഴുതുന്നതാണ് നല്ലത്, കോമൺ ആയിട്ട്. Now we have to combine both the matrices to form the element flexibility matrix for the system. So രണ്ട് സ്പാനും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് ആണ് ഇവിടെ ഫോം ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഇതൊരു 4/4 മാട്രിക്സ് ആണ്. 1/6 EI കോമൺ ആയിട്ട് വരും. F1, F2 രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മുടെ ടോട്ടൽ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് ഫോർ ഓൾ ദ സ്പാൻസ് എഴുതാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സിസ്റ്റം ഫോഴ്സസും സിസ്റ്റം ഡിസ്പ്ലേസ്മെൻറ്റും മാർക്ക് ചെയ്തു. സിസ്റ്റം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എലമെൻറ്റ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ
element flexibility matrix form ചെയ്തു. In the next step, we have to find out the force transformation matrix or BR matrix. BR matrix ആണ് ഇനി നമുക്ക് ഫോം ചെയ്യേണ്ടത്. So to get the BR matrix or force transformation matrix, draw the bending moment diagram of the given structure with R1 is equal to 1. നമുക്കറിയാം R1 the value 50 kilonewton ആണ്. So instead of 50 we have to apply 1 kilonewton and find out the moments. So in our beam ABC, apply 1 kilonewton at the free end instead of 50 kilonewton. So these are the moments now. So due to this 1 kilonewton, the moment at C is nothing but 0 and this moment at B is nothing but 1 into 3. Minus 3. Minus 3 is the moment at B. So we have to take the coordinates at B separately. B യിലുള്ള കോർഡിനേറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടത് കൊണ്ട് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഡയറക്ഷനിലാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത്. സോ ബി സിയിലേക്ക് വരുമ്പം മൊമെൻറ്റ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മാർക്ക് ചെയ്തത്. സോ ദാറ്റ് വാല്യൂ വിൽ ബി -3 ആൻഡ് ബി എയിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആണ്. സോ 3 മൊമെൻറ്റ് വിൽ ബി ടേക്കൺ ആസ് 3. So here we have marked in the anti-clockwise direction. So due to this 1 kilonewton, the moment at A will be 5. 1 into 5. So 5 will be the moment value, that too in the anti-clockwise direction. So it is -5. So let's come back to our element coordinates. We have marked. So എയിലുള്ള മൊമെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1'. ബി എ മൊമെൻ്റ് ആണ് 2' ആയിട്ട് എടുത്തിട്ടുള്ളത്. ബി സി മൊമെൻ്റ് ആണ് 3' ആയിട്ട് എടുത്തിട്ടുള്ളത്. സി ബി മൊമെൻ്റ് ആണ് 4'. സോ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എയിലുള്ള മൊമെൻ്റ് ആയിരിക്കണം. ദാറ്റ് ടു ഇൻ ദ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആസ് മാർക്ക്ഡ് ഇൻ ദിസ് ഫിഗർ. And the fourth coordinate is moment at C, which is 0. So this is our BR matrix or our force transformation matrix. It's a column matrix, -5, 3, -3, 0. These are the values. So നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നമ്മുടെ BR മാട്രിക്സ് ആദ്യം നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ ആറിന് പകരം 1 kilonewton കൊടുത്തു. 50 kilonewton പകരം നമ്മൾ 1 kilonewton കൊടുത്തു. എന്നിട്ട് ഓരോ കോർഡിനേറ്റിലുള്ള വാല്യൂസ് എഴുതി. So in the fourth step we found the BR matrix or the force transformation matrix. In the next step or in the fifth step we have to find out the system flexibility matrix. BR മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മാട്രിക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. FRR is nothing but BR transpose into F flexibility element flexibility matrix into BR. So substitute BR transpose into F element flexibility matrix into again the BR matrix. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമുക്ക് മാട്രിക്സ് BR മാട്രിക്സും F മാട്രിക്സും സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. BR ട്രാൻസ്പോസ് ഇൻറ്റു F ഇൻറ്റു BR എന്ന് പറയുന്ന കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ദ വാല്യൂ ഓഫ് FRR ഇസ് നത്തിങ് ബട്ട് 25.33 divided by EI. So in the first step we mark the system forces and the system displacements. And in the second step we mark the element coordinates and then we found out the element flexibility matrix. For each element we found the flexibility matrix and then combined to obtain the final element flexibility matrix for the system. Then in the fourth step we found the BR matrix or our force transformation matrix. For that we applied 1 kilonewton instead of our system force and then we found out the coordinates
and the values of each coordinate. Okay, in the next step, in the fifth step, we found the system flexibility matrix or our FRR. FRR is nothing but BR transpose into F into BR, that is transpose of force transformation matrix into the total element flexibility matrix into again force transformation matrix. So we got the value of FRR is equal to 25.33 divided by EI. So in the final step or in the sixth step, we are finding out the system displacement small r. നമുക്ക് ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ 50 കിലോ ന്യൂട്ടൺ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആയിരുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത്. അതായത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അവർ സ്മോൾ ആർ. സോ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എഫ് ആർ ആർ ഇൻ ടു ആർ. നമ്മളിവിടെ 1 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് 1 കിലോ ന്യൂട്ടൺ വി ഹാവ് ടു make it for 50 kilonewton. So system displacement R, small r is equal to FRR into capital R. So the value of FRR is 25.33 divided by EI into capital R is nothing but 50 kilonewton. So small r, that is the deflection at the free end where this 50 kilonewton load is applied. It is equal to 1266.5 divided by EI. FRR into capital R.